ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹെലിക്കോണിയ പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഹെലിക്കോണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പല നിറത്തിലും പല രൂപത്തിലും പല തരത്തിലുള്ള ഹെലിക്കോണിയകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ഹെലിക്കോണിയ ചെടികൾ നമ്മൾ നട്ടു വളർത്തുന്നത് ഒരു അലങ്കാര ചെടിയായിട്ടാണ് നമ്മളിതിനെ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെലിക്കോണിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസം തന്നെ അത് വാടാതെ നിൽക്കും. ചെടി എൻ്റെ വീട്ടിൽ എങ്ങനെ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എവിടുന്നോ അമ്മ ഒരു 2 തൈ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാണ്. പിന്നീട് അങ്ങോട്ട് കുറച്ച് അതിൻ്റെ ഇലകൾ പൊട്ടിയിട്ട് 2-3 എണ്ണം അങ്ങനെ ആയി തുടങ്ങി. അപ്പം അമ്മ എന്ത് പണി ചെയ്തു, ആരോ പറഞ്ഞു കേട്ടു ഇത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ഉണ്ടാവുകയെന്ന്. അതിന് ശേഷമാണ് അമ്മ അത് ഞങ്ങളുടെ വീടിന് തൊട്ടൊരു പാടമാണ്. ആ പാടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചതുപ്പായിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ നല്ലപോലെ ചെളിയും ഇതൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഇത് നല്ല പോലെ ഉണ്ടാവുമെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടു. എങ്കിലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തത്. അപ്പോൾ ആ ചെളിയിൽ ഇത് നിൽക്കുമ്പോൾ നല്ല പോലെ ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീട് ആ പ്രദേശത്ത് അത്യാവശ്യം സ്ഥലം വ്യാപിച്ച് കിടക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ ചെടിയുമ്പോൾ പൂവുണ്ടായിരിക്കും, പക്ഷേ ഫുൾ ടൈം നിറയെ പൂക്കളുണ്ടായെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്തായിരിക്കും എല്ലാ പൂവും ഒന്നിച്ചുണ്ടായിട്ട് നിൽക്കുന്നത് കാണാം. കാരണം അത്രയ്ക്കധികം മനോഹരമാണ് ചില സമയത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ ചെടി നമ്മളിവിടെ നട്ടു കൊടുത്തിട്ട് 2-3 വർഷത്തോളം പഴക്കമുണ്ട്. എന്നിരുന്നാലും പുതിയ ചെടികൾ വന്നിട്ടാണോ പഴയ ചെടികൾ നാശമാവാണ്ടാണോ എന്ന് നമുക്കറിയില്ല. കാരണം അത്രയ്ക്കധികം ബ്രാഞ്ചുകൾ പുതിയതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഈ ചെടിക്ക് എത്രത്തോളം ലൈഫ് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഒരു ചെടി അടുത്തടുത്ത് ബ്രാഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ വെള്ളത്തിലായതുകൊണ്ടും കൂടി തന്നെ ആയതുകൊണ്ട് നല്ല പോലെ ചെടി വളരുന്നുണ്ട്. ഈ ചെടിക്ക് കൂടുതലായിട്ടും വെള്ളത്തിലുള്ള ചതുപ്പ് പ്രദേശങ്ങളാണ് കൂടുതലും നല്ലത്. ശരിക്കും ഇത് വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ പോലും നല്ല പോലെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഞങ്ങളിത് ഇവിടെ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ ചെടിക്ക് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇതിരിക്കുന്ന പ്രദേശം വെള്ളവും ചെളിയും കൂടി മിക്സ് ആയിട്ടുള്ള, നമ്മൾ ആമ്പലൊക്കെ നടുമ്പോൾ വെള്ളവും ചെളിയും ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ചെടിയുടെ ഘടനയിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് വെച്ചിരുന്നപ്പോൾ നമുക്ക് ഈ ചെടിക്ക് അധികം പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ചെടിക്ക് അധികം തന്നെ ബ്രാഞ്ചസുകൾ വന്നിരുന്നില്ല. കാരണം 1-2 ബ്രാഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് വ്യാപിച്ചിരുന്നില്ല. ആ പ്രദേശത്ത് ഒത്തിരി അങ്ങോട്ട് വ്യാപിച്ചിരുന്നില്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് നട്ടപ്പോഴാണ് ഇത് കുറേ കൂടി വളരാനും വ്യാപിക്കാനൊക്കെ തുടങ്ങിയത്. നിങ്ങളായാലും ഈ ചെടി നടുമ്പോൾ ഇത് വെള്ളമുള്ള സ്ഥലത്ത് മാത്രം നടുക. വെള്ളമുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ നടുക. ഇതിന് ചെളിയും വെള്ളമൊക്കെയാണ് കൂടുതലായിട്ടും വളരാനായിട്ട് ആവശ്യം. നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിൽ പോലും ഇത് തണലുള്ള, അതായത് കുറച്ച് ഇരുട്ട് നിറഞ്ഞ ഭാഗത്താണെങ്കിൽ പോലും നല്ല പോലെ വളരും. അതിൻ്റെ ഇലയാണെങ്കിലും നമുക്കറിയാം കാണാൻ നല്ല ഭംഗിയാണ്. ഇലയ്ക്കും കൊണ്ടൊരു വാഴയുടെ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഇല നിൽക്കുന്നത് കാണാനായിട്ട്. എന്നാൽ അതിൻ്റെ ഇലയ്ക്കും നല്ലൊരു ഭംഗിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഈ ചെടി നിങ്ങളും വീട്ടുമുറ്റത്ത് നട്ടു വളർത്തി നോക്കൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.